ഒരു പോസ്റ്റ് ഒരു കേസ്. നിങ്ങളുടെ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയോ പോസ്റ്റോ കാരണം നിങ്ങൾ ജയിലിൽ പോകേണ്ടി വരുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സ്ക്രീൻഷോട്ടുകളും ആരോപണങ്ങളും ഷെയർ ചെയ്യുന്നതിന് മുമ്പ് ഈ നിയമം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു കഥയിലൂടെ നമുക്ക് തുടരാം. അഞ്ജലി തൻ്റെ സഹപ്രവർത്തകനായ നിതിനോട് വ്യക്തിപരമായ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ദേഷ്യം തീർക്കാൻ അഞ്ജലി തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിതിൻ ഓഫീസിലെ ഫണ്ട് മോഷ്ടിച്ചു എന്നും സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന ആളാണെന്നും യാതൊരു തെളിവുമില്ലാതെ പോസ്റ്റ് ചെയ്തു. നിതിൻ തൻ്റെ ജോലിയിലും സമൂഹത്തിലും വലിയ അപമാനം നേരിട്ടു. നിതിൻ സൈബർ സെല്ലിൽ പരാതി നൽകുകയും അഞ്ജലിക്കെതിരെ ക്രിമിനൽ മാനനഷ്ടത്തിന് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് അഞ്ജലിയുടെ കരിയറിനെയും ജീവിതത്തെയും പ്രതിസന്ധിയിലെത്തിച്ചു. സോഷ്യൽ മീഡിയയിലെ ഇത്തരം പ്രവർത്തനങ്ങൾ പ്രധാനമായും 2 നിയമങ്ങളുടെ പരിധിയിൽ വരുന്നു. BNS സെക്ഷൻ 356, അതായത് പഴയ നിയമം IPC 499 ഇല്ലെങ്കിൽ 500, ഒരാളുടെ സൽപ്പേരിന് കളങ്കം വരുത്തുന്ന രീതിയിൽ വാക്കാലെയോ എഴുത്തിലൂടെയോ ദൃശ്യങ്ങളിലൂടെയോ പ്രചാരണം നടത്തുന്നത് ക്രിമിനൽ മാനനഷ്ടമാണ്, അതായത് ക്രിമിനൽ ഡീഫമേഷൻ. ഇതിന് 2 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കാം. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് IT ആക്ട് പ്രകാരമുള്ള നടപടികൾക്ക് കാരണമാകും. സുബ്രഹ്മണ്യൻ സ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന പ്രശസ്തമായ കേസിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചത് ഒരാൾക്ക് തൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം, അതായത് ഫ്രീഡം ഓഫ് സ്പീച്ച് ഉപയോഗിക്കാം, എന്നാൽ അത് മറ്റൊരാളുടെ അന്തസ്സിനെയോ സൽപ്പേരിനെയോ നശിപ്പിച്ചുകൊണ്ടാവരുത് എന്നതാണ്. റൈറ്റ് ടു റെപ്യൂട്ടേഷൻ, അതായത് ഒരാളുടെ അന്തസ്സും സൽപ്പേരും ഭരണഘടന നൽകുന്ന മൗലിക അവകാശമാണ്. റീസെൻ്റായിട്ട് കേരളത്തിൽ നടന്ന സോഷ്യൽ മീഡിയ പോസ്റ്റ് കാരണം സൂയിസൈഡ് ചെയ്ത കേസും ഇതിൽ ഉൾപ്പെടും. പോലീസ് ഈ കേസിൽ ചാർജ് ചെയ്തത് സെക്ഷൻ 108 ഓഫ് BNS ആണ്, അതായത് അബറ്റ്മെൻറ്റ് ടു സൂയിസൈഡ്. ലളിതമായി പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഒരു കോടതി മുറിയല്ല. ഒരാൾ തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് പോലീസിനെയോ അധികാരികളെയോ ആണ് അറിയിക്കേണ്ടത്. തെളിവില്ലാതെ ഒരാളെ പരസ്യമായി മോശക്കാരനാക്കി ചിത്രീകരിക്കുന്നത് നിയമപരമായ വലിയ തെറ്റാണ്. നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ പോലും അത് തെളിയിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. ഷെയർ ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കുക, തെളിവുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് മോശമായി പോസ്റ്റ് ചെയ്താൽ ഉടൻ തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ടും ലിങ്കും സൂക്ഷിച്ചു വെക്കുക. ഇത് സൈബർ സെല്ലിൽ പരാതി നൽകാൻ അത്യാവശ്യമാണ്. സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് സ്വയം ചോദിക്കുക, കോടതിയിൽ എനിക്ക് തെളിയിക്കാൻ സാധിക്കുമോ എന്ന്. ഈ അറിവ് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിയമപരമായ അറിവുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക.